നമ്മൾ ഫോർത്ത് മോഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഫോർത്ത് മോഡ്യൂളിൽ പ്രധാനപ്പെട്ട 3 ടോപ്പിക്സ് ആണുള്ളത്. ഒന്ന് ഇമേജിംഗ് സിസ്റ്റം, അതായത് മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റം, പിന്നെ ബയോ ടെലിമെട്രി, പേഷ്യൻ്റ് സേഫ്റ്റി. ഇപ്പോൾ മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഇത്ര നാളും പഠിച്ചിട്ടുള്ളത് കുറേ അനാലിസിസ് മെഷീൻസ് പഠിച്ചു, ബ്ലഡ് ഗ്യാസ് അനലൈസർ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പഠിച്ചിട്ടുള്ളത് നമ്മളെ ഹ്യൂമൻ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ പടം എടുക്കാൻ പറ്റുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് വരുന്നത് എന്തായിരിക്കും? എക്സ്റേ ആയിരിക്കും അല്ലെ, CT സ്കാൻ, MRI സ്കാനിങ്. അപ്പോൾ അതുപോലുള്ള സ്കാനിങ് സിസ്റ്റത്തെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഇമേജിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്ന ബയോ ടെലിമെട്രി. ഇപ്പോൾ ടെലിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ടെലി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻറ്റ് അല്ലെ, മെട്രി എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ്. അപ്പോൾ നമുക്ക് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻറ്റ് വിഷൻ, ടെലിഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻ്റ് ആയിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ടെലിമെട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻ്റ് ആയിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ വെറും ടെലിമെട്രി അല്ല, എന്താ? ബയോ ടെലിമെട്രി. ഇപ്പോൾ ബയോ ടെലിമെട്രി നമുക്കറിയാം, ഇപ്പോൾ അസ്ട്രോനോട്ട്സ് എല്ലാം എന്താ ഉണ്ടാവുക? ഔട്ടർ സ്പേസിലാണ് ഉണ്ടാവുക. അപ്പോൾ അവരെ ഹെൽത്ത് കണ്ടീഷൻസ്, അവരുടെ പ്രഷർ എത്രയാണ്, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഭൂമിയിൽ ഇരുന്നിട്ട് ഡോക്ടർമാർക്ക് എന്ത് ചെയ്യേണ്ടി വരും? മോണിറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് മെഷർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും ഭൂമിയിലേക്ക്. അപ്പോൾ അതുപോലെ ഒരാൾ എമർജൻസി സീരിയസ് ആണ്, അങ്ങനെ എന്താ ആംബുലൻസ് കൊണ്ടുപോവുക. അപ്പോൾ ഡോക്ടർക്കും കൂടെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബീറ്റും ECGയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഡോക്ടർക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ആ എക്യുപ്മെൻ്റ് ഒരു ട്രാൻസ്മിറ്ററും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ട്രാൻസ്മിറ്റർ ഈ റീഡിങ്സ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. അപ്പോൾ ഒന്നുമില്ല, സാധാരണ എക്യുപ്മെൻ്റ് തന്നെ, ബയോമെഡിക്കൽ എക്യുപ്മെൻ്റ് തന്നെ, അതിൻ്റെ കൂടെ എന്തും കൂടെ വെച്ചിട്ടുണ്ടാവും? ഒരു ട്രാൻസ്മിറ്ററും കൂടെ വെച്ചിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് എന്ത്? ബയോ ടെലിമെട്രി. ഇനി മൂന്നാമത് വരുന്നതാണ് എന്ത്? പേഷ്യൻ്റ് സേഫ്റ്റി. അപ്പോൾ പേഷ്യൻ്റ് സേഫ്റ്റി നമുക്കറിയാം, ECG മെഷീനിലും ECG എടുക്കുമ്പോൾ ചെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? പ്രോബ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ തിരിച്ച് മെഷീനിൽ നിന്ന് പേഷ്യൻറ്റിലേക്ക് ഇലക്ട്രിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എക്സ്റേ മെഷീൻ, അതൊക്കെ ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് എന്ത് വേണ്ടി വരും? പേഷ്യൻറ്റിനും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെയും സേഫ്റ്റിയും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്ത്? പേഷ്യൻ്റ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, ഇമേജിംഗ് സിസ്റ്റമായ എക്സ്റേ, CT സ്കാൻ, MRI ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ ബയോ ടെലിമെട്രി, ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുന്ന ഡാറ്റ ദൂരങ്ങളിലേക്ക് ഇങ്ങനെ അയക്കാൻ പറ്റും, അതാണ് എന്ത്? ബയോ ടെലിമെട്രി. പിന്നെ പേഷ്യൻ്റ് സേഫ്റ്റി, നമ്മളിതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും അല്ല, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം ഈ മെഷീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, എന്ത്? പേഷ്യൻ്റ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമേജിംഗ് സിസ്റ്റത്തിൽ ആദ്യമായിട്ട് വരുന്നതാണ് എന്ത്? എക്സ്റേ അല്ലെ. എക്സ്റേ ഡിസ്കവേർഡ് ബൈ റോങ്ടൺ ഇൻ 1895. അപ്പോൾ 100ലേറെ വർഷങ്ങൾ മുന്നേ തന്നെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? എക്സ്റേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താ? സാധാരണ ലൈറ്റ് പോലെ തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. പക്ഷേ ലൈറ്റിനേക്കാൾ ഒരുപാട് ഫ്രീക്വൻസി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഹൈ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ ആണ് എന്ത്? എക്സ്റേസ്. അപ്പോൾ ഈ എക്സ്റേസിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടി ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി, അതായത് സോഫ്റ്റ് ടിഷ്യൂസിനെ പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് ആർക്കുണ്ട്? എക്സ്റേസിന്. സാധാരണ റൈറ്റ് റേസ് പോലെയല്ല, അത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ എന്ത് ചെയ്യും? പെനിട്രേറ്റ് ചെയ്യും അല്ലേ. അത് കൂടാതെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സാധാരണ ലൈറ്റ് പോലെ തന്നെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എന്ത് നടക്കും? എഫക്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്റേയുടെ പടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. അപ്പോൾ ഒരാളെ മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അയാളെ ബോഡി പെനിട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ റേസ് പുറത്തേക്ക് വരും അല്ലേ. അത് കൂടാതെ ആ റേസ്, പുറത്തേക്ക് വരുന്ന റേസിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിലിം, ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇത് വന്ന് വീഴുമ്പോൾ അതിൻ്റെ പടം നമുക്ക് കിട്ടും. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള ബോൺസും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് എന്തിനു ഉപയോഗപ്പെടുത്താം? എക്സ്റേസിന് ഉപയോഗപ്പെടുത്താം അല്ലേ. അപ്പോൾ എക്സ്റേസ് ഹാവ് ഫൗണ്ട് ഇമ്പോർട്ടൻസ് ആസ് എ ടൂൾ ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയും ബോണിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ, പടം എടുക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? എക്സ്റേ ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ? ഞാൻ പറഞ്ഞു അല്ലേ, can penetrate materials, പിന്നെ പ്രൊഡ്യൂസ് അയോണൈസേഷൻ ഗ്യാസസ്. അപ്പോൾ ഇതൊരു അയോണൈസിങ് റേഡിയേഷൻ ആണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരുപാട് എക്സ്റേ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മളെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ബ്ലഡും മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? അയോൺസ് ആയിട്ട് എന്ത് ചെയ്യും? പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അത് ബോഡിക്ക് എന്താ? വളരെ ഹാംഫുൾ ആണ്. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? എഫക്ട് ഫോട്ടോഗ്രാഫിക് ഫിലിം ഇൻ ദ സെയിം വേ ആസ് ഓർഡിനറി ലൈറ്റ്. സാധാരണ ലൈറ്റ് വെച്ച് പടം എടുക്കുന്ന പോലെ തന്നെ എക്സ്റേസിൻ്റെ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന് എന്ത് ചെയ്യും? ഫിലിമിന് എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. ഈ കാണിക്കുന്ന ഇതാണ് എന്ത്? എക്സ്റേ മെഷീൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, ഇതാണ് എന്ത്? എക്സ്റേ ട്യൂബ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്.
ഈ ടേബിളിലാണ് എന്ത് ചെയ്യുന്ന ആള് കിടക്കുക അല്ലെ. ഇതിന്റെ താഴെ കണ്ട ഒരു ട്രേ കണ്ട്, ഈ ട്രേയിലാണ് എന്ത് വെച്ചിട്ടുണ്ടാവുക, ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് എക്സ്റേ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഹ്യൂമൻ ബോഡി ഇപ്പൊ ചെസ്റ്റിന്റെ എക്സ്റേ ആണെങ്കിൽ ചെസ്റ്റിലൂടെ പെനിട്രേറ്റ് ചെയ്തിട്ട് താഴെ ഇവിടെ വന്ന് വീഴും, ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വന്ന് വീഴും അല്ലെ. അപ്പൊ സോഫ്റ്റ് ടിഷ്യൂ നല്ല അത് പെനിട്രേറ്റ് എവിടെ എത്തും, താഴെ എത്തും. ബോണ് പോലെ സ്ഥലത്തൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്റേക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ ആ ഭാഗത്ത് എന്ത് നടക്കില്ല, കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അപ്പൊ ആ ഭാഗം നമ്മൾ ഫിലിം വാഷ് ചെയ്യുമ്പോൾ എങ്ങനെ കാണും, വൈറ്റ് ആയിട്ട് കാണും. അപ്പൊ എല്ലും ഹാർഡായിട്ടുള്ള ടിഷ്യൂസ് എല്ലാം എന്തായിട്ട് കാണും, വൈറ്റ് ആയിട്ട് കാണും. എക്സ്റേ കടന്നു പോകുന്ന സോഫ്റ്റ് ടിഷ്യൂസ് എല്ലാം എങ്ങനെ കാണും, കെമിക്കൽ റിയാക്ഷൻ നടക്കാത്തത് കൊണ്ട് അത് ബ്ലാക്ക് ആയിട്ട് കാണും. ഇതാണ് എല്ലിന്റെ അല്ല, കാലിന്റെ എല്ലിന്റെ ഇപ്പോഴാണ് ഇതിപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ട് അല്ല. പൊട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീൽ ഇടുന്ന കിട്ടില്ല. അപ്പോൾ സ്റ്റീലിന്റെ റോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. 2 നെയിൽ ഇതാണ്, സ്ക്രൂ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്ക്രൂ വെച്ചിട്ട് എന്ത് ചെയ്ത് ജോയിന്റ് ആക്കി. അപ്പം ഇതാദ്യം ആക്സിഡന്റ് നടന്നു കഴിഞ്ഞ ശേഷം, അത് സർജറി കഴിഞ്ഞ ശേഷമുള്ള എന്താ എക്സ്റേ. അപ്പോൾ ഇത് വെച്ച് ഡോക്ടർക്ക് എന്ത് ചെയ്യാം, നോക്കാൻ പറ്റും അല്ലെ, വെച്ചതൊക്കെ കറക്റ്റ് ആണോ. അപ്പോൾ ആദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ല് പൊട്ടിയെന്ന് എന്ത് ചെയ്യും, കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത് എക്സ്റേ. ഇപ്പം ബോണിന്റെ ഭാഗം എന്തായിട്ട് കാണി, വൈറ്റ് ആയിട്ട് കാണും. എക്സ്റേ കടന്നു പോകാത്ത, എക്സ്റേ കടന്നു പോകുന്ന ഭാഗം എന്തായിട്ട് കാണും, ബ്ലാക്ക് ആയിട്ട് കാണും. എക്സ്റേ മെഷീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം എന്ന് പറയുന്നത് എന്താണ്, എക്സ്റേ ട്യൂബാണ്. അപ്പോൾ ഈ കാണിച്ചേക്കുന്നതാണ് എന്ത്, എക്സ്റേ ട്യൂബ്. അപ്പോൾ എക്സ്റേ എങ്ങനെ ഉണ്ടാവുന്നത്, വളരെ സിമ്പിൾ ആണ്. ഒരു ഹൈ വെലോസിറ്റി പോകുന്ന ഇലക്ട്രോൺ ചില മെറ്റലിൽ വന്ന് ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോണിന്റെ എനർജി തീർന്നു പോലെ, നല്ല കൈനറ്റിക് എനർജിയിൽ വന്ന് വരുന്ന ഇലക്ട്രോൺ പെട്ടെന്ന് സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ എനർജി എങ്ങനെ റിലീസ് ചെയ്യണം, എക്സ്റേ ആയിട്ട് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ സഡൻ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിനെ പെട്ടെന്ന് മെറ്റൽ സർഫസിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ആ എനർജി എന്തായിട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നത്, ഇലക്ട്രോണിലെ എനർജി എന്തായിട്ട് പോകും, എക്സ്റേ ആയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാത്തോഡ് ഉണ്ടാവും അല്ല. ഇലക്ട്രോൺ സ്പീഡായിട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ എന്തുണ്ടാവും, ആനോഡ് ഉണ്ടാവും. ആനോഡ് കാണുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും, ഹൈ സ്പീഡിൽ എവിടത്തേക്ക് പോകും, ആനോഡിലേക്ക് പോകും. ക്ലിയർ അല്ലേ. അപ്പോൾ ആനോഡ് ഹൈ പോസിറ്റീവ് വോൾട്ടേജിലായിരിക്കും, കാത്തോഡോ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ഇനി കാത്തോഡ് എന്ന് പറയുന്നത് ഒരു ലോ വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റൽ ആയിരിക്കും. ലോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുങ്ങനെ ചൂടാക്കുമ്പോൾ തന്നെ ആ ലോഹത്തിന്റെ, ആ മെറ്റലിന്റെ സർഫസ് നിന്ന് എന്ത് പുറത്തേക്ക് വരും, ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. അങ്ങനെയുള്ള മെറ്റലാണ് എന്തായിട്ട് ഉപയോഗിക്കുക, കാത്തോഡായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഹീറ്റർ ഉണ്ടാവും. അപ്പോൾ എക്സ്റേ മെഷീൻ ഓൺ ആക്കുമ്പോൾ ഈ ഹീറ്റർ ഇങ്ങനെ ഓണാകും. ഹീറ്റർ ഓൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ മെറ്റൽ ചൂടാവും. മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് വരും, പുറത്തേക്ക് വരും. ഇനി പുറത്ത് വന്ന ഇലക്ട്രോൺസ് എന്താ കാണുക, ഇവിടെ ഹൈ വോൾട്ടേജിൽ എന്തുണ്ട്, പോസിറ്റീവ് വോൾട്ടേജിൽ ഒരു ആനോഡ് ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും, ഹൈ സ്പീഡിൽ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്തിട്ട് എവിടെ പോയിരിക്കും, ആനോഡ് പോയിരിക്കും. ഇലക്ട്രോൺ ആനോഡ് പോയിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺ സ്റ്റോപ്പ് ആയില്ലേ. സ്റ്റോപ്പ് ആകുമ്പോൾ ആ എനർജി എക്സ്റേ ആയിട്ട് ആനോഡ് എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് എന്ത് എക്സ്റേ ട്യൂബിന്റെ ഡയഗ്രാം, അതിന്റെ വർക്കിംഗ്. ഇതാണ് റിയൽ ആയിട്ടുള്ള ഒരു എക്സ്റേ ട്യൂബ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ആനോഡ്, ഇതാണ് എന്ത് കാത്തോഡ്. പിന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ കാത്തോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ആനോഡിൽ ഒരേ സ്ഥലത്ത് തന്നെ പോയി ഇടിക്കുമ്പോൾ അവിടെ ചൂടായിട്ട് എന്ത് ചെയ്യും, ആനോഡ് ഡാമേജ് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, ഈ ആനോഡിന് ഒരു മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ കറക്കും, വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ കറക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് തന്നെ വന്ന് വീഴില്ല, എന്ത് ചെയ്യും, ഈ ആനോഡിൽ എല്ലാ റീജിയനിലും എന്ത് ചെയ്യും, വന്നു വീഴും. അപ്പോൾ ആനോഡിന്റെ ലൈഫ് കുറച്ചും കൂടി എന്ത് ചെയ്യും, കൂടി കിട്ടും. ഈ ഭാഗം മാത്രം കത്തിപ്പോകുന്നതിന് പകരം എല്ലാ ഭാഗവും എന്ത് ചെയ്യും, ഒരേ സമയം എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇമ്പാക്റ്റിന് എക്സ്പോസ്ഡ് ആവുന്നതുകൊണ്ട് കുറച്ചും കൂടെ ലൈഫ് എന്ത് ചെയ്യും, കൂടുതൽ കിട്ടും. ഇതാണ് എക്സ്റേ ട്യൂബിന്റെ റിയൽ ആയിട്ടുള്ള ഫോട്ടോ. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണിച്ച എക്സ്റേ മെഷീൻ. അപ്പോൾ ട്യൂബ് മാത്രം പോരാ, എന്തും കൂടെ വേണം, അത് കൺട്രോൾ ചെയ്യാനുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെയുള്ള ഒരു എക്സ്റേ മെഷീനാണ് എന്ത് ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ കാണുന്നത് ഇതാണ് എന്ത് എക്സ്റേ ട്യൂബ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് പുറത്തേക്ക് വരും, എക്സ്റേ റേഡിയേഷൻസ് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൊള്ളിമേറ്ററും ഉണ്ട്, പിന്നെ അലൂമിനിയം മെഷും ഉണ്ട്. അപ്പോൾ കൊള്ളിമേറ്റർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സ്പ്രെഡ് ചെയ്ത് പോകുന്ന എക്സ്റേസിനെല്ലാം എന്ത് ചെയ്യും, പാരലൽ ബീമാക്കിയിട്ട്, കൊള്ളിമേറ്ററിനെ പാരലൽ ബീമാക്കി മാറ്റും. അപ്പോൾ പാരലൽ ബീമാക്കിയിട്ട് അങ്ങോട്ടേക്ക് വിടും പേഷ്യൻറ്റിൻ്റെ. ഇപ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നത് ചെസ്റ്റിലേക്ക് എന്ത് ചെയ്യും, വിടും. ഇത് കൂടാതെ ഇതിനകത്ത് തന്നെ ഒരു അലൂമിനിയം മെഷ് ഉണ്ടാവും. അപ്പോൾ അലൂമിനിയം മെഷ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അലൂമിനിയം മെഷ് അല്ലെങ്കിൽ ഫിൽറ്റർ ഉണ്ടാവും. അപ്പോൾ എക്സ്റേ ട്യൂബിൽ നിന്ന് വരുന്ന പല ഫ്രീക്വൻസിയുള്ള എക്സ്റേ ആയിരിക്കും. ഇപ്പോൾ ലോ ഫ്രീക്വൻസിയുള്ള എക്സ്റേ എന്ത് ചെയ്യാൻ പറ്റില്ല, ബോഡീനെ അങ്ങനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈ ഫ്രീക്വൻസിയുള്ള എക്സ്റേ ആണ് ബോഡീനെ എന്ത് ചെയ്യുക, പെനിട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലോ ഫ്രീക്വൻസിയുള്ള എക്സ്റേസിനെല്ലാം എന്ത് ചെയ്യണം, കളയണം. എന്നിട്ട് ഇത് മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങോട്ടേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസിയുള്ള എക്സ്റേസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പാസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ലോ ഫ്രീക്വൻസിയുള്ള എക്സ്റേസിനെല്ലാം
ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വെച്ചിട്ടുണ്ടാവും, ഒരു അലൂമിനിയം ഫിൽറ്റർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അലൂമിനിയം ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുള്ളൂ, പുറത്തേക്ക് ഹൈ ഫ്രീക്വൻസി ഹൈ എനർജി പെനിട്രേറ്റിംഗ് എക്സ്റേസ്. അത് നേരെ പേഷ്യൻ്റെ അടുത്തേക്ക് പോകും, അല്ല പേഷ്യൻ്റെ ചെസ്റ്റാണ്, ചെസ്റ്റിൽ പോയി അത് പെനിട്രേറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റെ പെനിട്രേറ്റ് നേരെ ഇവിടെ പോകും, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും, ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് എന്ത് ചെയ്യും, പോയി ഇടിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ്റേ ഇമേജ് കിട്ടി. ക്ലിയർ അല്ല? ഇനി ഈ ഫിലിമിൽ നിന്ന് പോയിട്ട് എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്ത് തിരിച്ച് എന്ത് ചെയ്യും, പേഷ്യൻ്റെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഫിലിമിലേക്ക് എന്ത് ചെയ്യും, വന്ന് വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബക്കി ഗ്രിഡ് ഉണ്ട്. ഈ ഗ്രിഡിൻ്റെ ഫംഗ്ഷൻ എന്താ, സ്കാറ്ററിങ് ഒഴിവാക്കിയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള എക്സ്റേ കിട്ടാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബക്കി ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. അതായത് സ്കാറ്റർ ചെയ്ത് പോകുന്ന സാധനത്തിനുള്ള അത് കളയും, നേരെ വരുന്നതിന് മാത്രം എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. പിന്നെ ഈ ഫിലിമിൻ്റെ പിന്നിൽ ഒരു ലെഡ് ഷീൽഡ് വെച്ചിട്ടുണ്ടാവും. ഈ ലെഡിൻ്റെ ഗുണം എന്താ വെച്ചാൽ ലെഡ് എക്സ്റേ കടത്തി വിടില്ല. ഇപ്പോൾ ലെഡ് ഷീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിൽ വന്ന് ഇടിച്ചിട്ട് ആ റേസ് നേരെ എന്ത് ചെയ്യും, അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യും, എക്സ്റേ റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവില്ലേ. ഈ എക്സ്റേ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ റൂം വിട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിലിം വെച്ചതിന് ശേഷം എന്തും കൂടെ വെച്ചിട്ടുണ്ടാവും, ഒരു ലെഡ് ഷീൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വെച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഓരോ ബ്ലോക്ക് നോക്കാം. ഒന്നാമത്തത് തെർമൽ ഓവർലോഡ് ഡിറ്റക്ഷൻ. അതായത് എക്സ്റേ മെഷീൻ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അത് വല്ലാതെ ചൂടായിട്ട് എന്ത് ചെയ്യുക, ചിലപ്പം കത്തിപ്പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തെർമൽ ഓവർലോഡ് ഡിറ്റക്ഷൻ ഉണ്ട്. വല്ലാണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്റേ ട്യൂബിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ മെഷീൻ ഓഫ് ആവും. പിന്നെ ഫിലമെന്റ് കറണ്ട് കൺട്രോൾ. ഇപ്പോൾ നമുക്കറിയാം കാത്തോഡിൽ എന്താ ഉണ്ടാവുക, കാത്തോഡ് ഒരു മെറ്റലാണ്, ആ മെറ്റലിനെ ചൂടാക്കിയിട്ടാണ് എന്ത് പുറത്തേക്ക് വരുന്നത്, ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നത്. ആ ഇലക്ട്രോൺസിനെ ആനോഡിലേക്ക് അട്രാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റേ വരുന്നത്. അപ്പോൾ ആ കാത്തോഡ് എന്ത് ചെയ്യണം, മെറ്റൽ ചൂടാക്കുന്ന ഒരു ഹീറ്റർ ഉണ്ടാവും. ആ ഹീറ്ററിൻ്റെ കറണ്ട് കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്, ഈ സർക്യൂട്ട്. മനസ്സിലായി? അപ്പോൾ ഹീറ്റർ നല്ലോണം ചൂടാക്കുമ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് വരും, ഒരുപാട് എക്സ്റേ കിട്ടും. അല്ല, ഹീറ്റർ നല്ല കുറച്ച് മാത്രമേ ചൂടാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് ഇലക്ട്രോൺസേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ എക്സ്റേൻ്റെ എമൗണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ അടുത്ത ബ്ലോക്ക് റോട്ടർ കൺട്രോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ആനോഡിന് ഇങ്ങനെ കറക്കണം, അല്ല എന്നാലേ എന്ത് ചെയ്യുള്ളൂ, കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോട്ടോറിൻ്റെ ആണ് എന്ത്, റോട്ടർ കൺട്രോൾ. പിന്നെ എക്സ്റേ ട്യൂബ് ആനോഡിന് എന്ത് വേണം, ഹൈ പോസിറ്റീവ് വോൾട്ടേജ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഉണ്ട്, ഹൈ വോൾട്ടേജ് റെക്ടിഫയർ ഉണ്ട്. ഇതാണ് ആനോഡ് ട്യൂബിന് വേണ്ട ഹൈ വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു പൾസ് ഡ്യൂറേഷൻ ടൈമർ ഉണ്ട്. അപ്പോൾ പൾസ് ഡ്യൂറേഷൻ ടൈമർ എന്ന് പറഞ്ഞാൽ ആനോഡിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്ന ടൈം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് പുറത്തേക്ക് വരുന്ന എക്സ്റേൻ്റെ ടൈമും എന്ത് ചെയ്യും, മാറും. ഇപ്പോൾ ചില പേഷ്യൻറ്റിന് അല്ലെങ്കിൽ കുറേ സമയം എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പോസ്ഡ് ആവാൻ പാടില്ല. അപ്പോൾ എത്ര സമയം എക്സ്റേ റേസ് വരണം എന്ന് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. ഇപ്പോൾ ഒരു 1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ഈ പൾസ് ഡ്യൂറേഷൻ ടൈമർ 1 മില്ലി സെക്കൻഡ് സെറ്റ് ചെയ്യും. അപ്പോൾ ആനോഡ് വോൾട്ടേജ് വന്നിട്ട് 1 മില്ലി സെക്കൻഡ് എന്ത് വരുള്ളൂ, എക്സ്റേ എന്ത് ചെയ്യുള്ളൂ, അടിക്കുള്ളൂ. ഇത് 2 മില്ലി സെക്കൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ 2 മില്ലി സെക്കൻഡ് നേരം എന്ത് ചെയ്യും, ആനോഡ് വോൾട്ടേജ് വന്നിട്ട് അത്രയും നേരം എന്ത് കിട്ടും, എക്സ്റേ കിട്ടും. അപ്പോൾ എക്സ്റേൻ്റെ എക്സ്പോസർ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്, പൾസ് ഡ്യൂറേഷൻ ടൈം. ഇത്രയാണ് ഈ ബ്ലോക്കിൽ ഉള്ളത്. അടുത്ത പഠിക്കാനുള്ളത് CT സ്കാൻ അല്ലെങ്കിൽ എന്താ, കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി. എക്സ്റേയുടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, CT സ്കാൻ. ഇനി ഇതൊരു ഭയങ്കര കണ്ടുപിടുത്തമാണ്. കണ്ടുപിടിച്ചുകൊണ്ട് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. 1979 ഹൺസ്ഫീൽഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിന് എന്ത് കൊടുത്തിട്ടുണ്ട്, നോബൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ ടോമോഗ്രാഫി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രണ്ട് വേർഡ് ഉണ്ട്, കമ്പ്യൂട്ടറും ഉണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഉണ്ട്, പിന്നെയോ ടോമോഗ്രാഫി. ഇപ്പോൾ ടോമോഗ്രാഫി ഈസ് എ ടേം ഡിറൈവ് ഫ്രം ഗ്രീക്ക് മീനിങ് എ സെക്ഷൻ ഓർ സ്ലൈസ്. ഇപ്പോൾ സാധാരണ എക്സ്റേ എടുക്കുന്ന പോലെയല്ല, ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഹ്യൂമൻ ബോഡീൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. അതായത് കട്ട് ചെയ്യാതെ തന്നെ അത് മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഒരു ബ്രെയിൻ ഉണ്ട്, ബ്രെയിൻ നേരെ പകുതി മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉള്ളത് ഉള്ള പടമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, CT സ്കാൻ വഴി കിട്ടുന്നത്. അപ്പോൾ സ്ലൈസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, CT സ്കാൻ യൂസ് ചെയ്യുന്നത്. ഇത് ബ്രെയിനിൻ്റെ ഒരുപാട് CT സ്കാനാണ്, പല പ്ലെയിനുള്ള. ഇത് ബ്രെയിനിൻ്റെ അല്ല തുടക്കമുള്ള പോർഷൻ. ഇനി കുറച്ചും കൂടെ നെക്സ്റ്റ് സെക്ഷൻ കിട്ടി, അടുത്ത സെക്ഷൻ കിട്ടി. അപ്പോൾ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയതാ, കണ്ണിൻ്റെ ഭാഗം വന്നു അല്ല, പിന്നെ കുറച്ച് കഴിയുമ്പോഴോ മൂക്കിൻ്റെ ഭാഗം അല്ല. അപ്പം ഇങ്ങനെ മുറിച്ച് ഒരുപാട് സ്ലൈസിൻ്റെ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CT സ്കാനിങ് വഴി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള മെഷീനാണ് ഈ കാണുന്നത്. ഇതാണ് CT സ്കാൻ മെഷീൻ. ഒരു പേഷ്യൻ്റ് ഇങ്ങനെ കടത്തും,
ഇവിടെ ഒരു റിങ് കാണാൻ പറ്റും അല്ലേ, സർക്കുലർ റിങ്ങിൻ്റെ ഇതിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. ഇനി എന്താ സംഭവിക്കുക വെച്ചാൽ സാധാരണ എക്സ്റേ പോലെയല്ല, ഫൈൻ പെൻസിൽ ബീമായിട്ടുള്ള എക്സ്റേ ആണ് എന്ത് ചെയ്യുക ഇതിൻ്റെ അകത്ത് വരിക. അത് നമ്മൾ ലേസറിൻ്റെ ടോർച്ച് അടിക്കുന്നില്ലേ, ടോർച്ച് അടിക്കുന്ന പോലുള്ള ഫൈൻ പെൻസിൽ ബീം പോലുള്ള ഒരു എക്സ്റേ എന്ത് ചെയ്യും ഇവിടുന്ന് താഴേക്ക് വരും. ഇപ്പം തലയിലൂടെ പെനിട്രേറ്റ് തുളഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരും, താഴെ എത്തും. അപ്പോൾ താഴെ എന്താ വെക്കുക, ഫിലിമല്ല വെക്കുക, പകരം ഒരു സെൻസറാണ് ഉണ്ടാവും. ആ സെൻസർ ആ വരുന്ന വോൾട്ടേജ് പെനിട്രേറ്റ് ചെയ്ത് കിട്ടുന്ന ബാക്കി വരുന്ന എക്സ്റേ ഇല്ലേ, എക്സ്റേക്ക് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എന്താ ചെയ്യുക വെച്ചാൽ ഇത് വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ എക്സ്റേ മെഷീൻ ട്യൂബ് എന്ത് ചെയ്യും നേരെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യും അത് പെനിട്രേറ്റ് ചെയ്ത് താഴെ എത്തി അല്ലേ, ബ്രെയിനിലൂടെ പോയി ബാക്കി വരുന്ന സിഗ്നൽ ലൈറ്റ് എക്സ്റേ എവിടെ എത്തും താഴെ എത്തും. അതിൻ്റെ സെൻസർ എന്ത് ചെയ്യും ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് പ്രൊപ്പോർഷൻ ആയിട്ട് വോൾട്ടേജ് ഉണ്ടാക്കും. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ 360 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആരും കൂടെ പോകും, നേരെ ഓപ്പോസിറ്റിൽ സെൻസർ ഉണ്ട്, ആ സെൻസർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എക്സ്റേ മെഷീൻ ഒരു ഫുൾ ട്യൂബ് ഒരു 1 കംപ്ലീറ്റ് സൈക്കിൾ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ തുളഞ്ഞു പോയ പെനിട്രേറ്റ് ചെയ്ത് പോയ ആ പ്ലെയിനുള്ള എന്ത് കിട്ടും, ബ്രെയിനിൻ്റെ ക്രോസ് സെക്ഷൻ്റെ എന്ത് കിട്ടും ഫോട്ടോ കിട്ടും. ഇനി കുറച്ചും കൂടെ താഴെ വേണമെന്നുണ്ടെങ്കിലോ ഇയാളെ ഇങ്ങനെ എന്ത് ചെയ്യും കുറച്ചും കൂടി ഉള്ളിലേക്ക് തള്ളിക്കയറ്റുമ്പോൾ മൂക്കിൻ്റെ ഭാഗമാണെന്ന് വെച്ചു, അതിലൂടെ എക്സ്റേ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് മുറിച്ചാൽ എങ്ങനെയാണോ കാണാൻ പറ്റുക, നേരെ പകുതി പിളർന്നാൽ കാണാൻ പറ്റുന്ന ഒരു പടം നമുക്ക് എന്ത് കിട്ടും ഈ CT സ്കാൻ മെഷീൻ തരും. ക്ലിയർ അല്ലേ? The picture is made by taking X-ray of the patient from numerous angles and then mathematically reconstructing the cross section of the body under study on a video monitor. So picture is made by എങ്ങനെയാ, by taking X-ray of the patient from numerous angles. ഒരു ആംഗിൾ ഫുൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നില്ല എക്സ്റേ മെഷീൻ. അപ്പോൾ ഒരുപാട് ആംഗിളിൽ എന്ത് ചെയ്യും എക്സ്റേ ഇങ്ങനെ കടത്തി വിട്ടിട്ട് അയാളെ പെനിട്രേറ്റ് ചെയ്ത് പോയി ബാക്കി വരുന്ന എക്സ്റേ എന്ത് ചെയ്യും ഒരു സെൻസർ എന്ത് ചെയ്യും ഡിറ്റക്ട് ചെയ്യാൻ പ്രൊപ്പോർഷൻ ആയിട്ട് വോൾട്ടേജ് ഉണ്ടാക്കുക, ആ വോൾട്ടേജ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്ത് കിട്ടും വോൾട്ടേജസ് കിട്ടും. അതെല്ലാം വെച്ചിട്ട് മാത്തമെറ്റിക്കലി ആണ് എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം, മാത്തമെറ്റിക്കലി റീകൺസ്ട്രക്ടിങ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി ബോഡി. മാത്തമെറ്റിക്കലി ആണ് എന്ത് ചെയ്യുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് ദി ബോഡീനെ ആ ഒരു കമ്പ്യൂട്ടർ എന്ത് ചെയ്യും റീകൺസ്ട്രക്ട് ചെയ്തിട്ട് എവിടെ കാണിച്ചു തരും, മോണിറ്ററിൽ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് ബൈ ടേക്കിംഗ് എക്സ്റേ ഓഫ് ദ പേഷ്യൻറ്റ് ഫ്രം ന്യൂമറസ് ആംഗിൾ. ഒരുപാട് ആംഗിളിൽ എന്ത് ചെയ്യും 360 ഡിഗ്രി ആംഗിളിൽ പേഷ്യൻറ്റിൻ്റെ എക്സ്റേ എടുക്കും. എന്നിട്ടോ ആ കിട്ടിയ ഡാറ്റയൊക്കെ വെച്ചിട്ട് മാത്തമെറ്റിക്കലി ആണ് എന്ത് ചെയ്യുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് ദി ബോഡി എന്ത് ചെയ്യുന്നത് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിവിടെ കാണിച്ചു തരും, മോണിറ്ററിൽ കാണിച്ചു തരും. ക്ലിയർ അല്ലേ? ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതാ ഇവിടുന്ന് എക്സ്റേ ബീം പെനിട്രേറ്റ് ചെയ്തിട്ട് എവിടത്തേക്ക് പോകും, ഈ ആംഗിൾ ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്തിട്ട് നേരെ ഇതാ ബ്രെയിനിൽ ഇതാ ഈ റീജിയനിലൂടെ എല്ലാം കടന്നു പോയിട്ട് ഞാൻ മൗസ് നീക്കുന്നുണ്ടോ, ഇതിലൂടെ എക്സ്റേ ബീം ഇങ്ങനെ കടന്നുപോയി നേരെ എന്ത് ചെയ്യും ബാക്കിയുള്ള എക്സ്റേ ഇവിടെ എത്തും, താഴെ എത്തും. താഴെ ആരുണ്ട്, നേരെ ഓപ്പോസിറ്റിൽ സെൻസർ ഉണ്ട്. അപ്പോൾ സെൻസറിൽ വന്ന് എക്സ്റേ വീഴും, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വോൾട്ടേജ് കിട്ടും. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ നേരെ മേലെ നിന്ന് 100 യൂണിറ്റ് എക്സ്റേ എന്ത് ചെയ്തിട്ടുണ്ട് താഴേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ എക്സ്റേ ഇതിലൂടെ ഇങ്ങനെ നേരെ പെൻസിൽ ബീമായിട്ട് ഫൈൻ ബീമായിട്ട് എന്ത് ചെയ്യും താഴേക്ക് പോകും. അത് ബ്രെയിനിൽ ഈ റീജിയനിലൂടെ എല്ലാം എന്ത് ചെയ്യും കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെയുള്ള കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് എല്ലാം എന്ത് ചെയ്യും ഈ എക്സ്റേനെ പല അളവിൽ അബ്സോർബ് ചെയ്യും. ബോൺ ആണെങ്കിൽ കുറേ അബ്സോർബ് ചെയ്യും, സോഫ്റ്റ് ടിഷ്യൂ ആണെങ്കിലോ അത്ര അബ്സോർബ് ചെയ്യില്ല. ഇതിൽ ഇവിടെ പോകുന്ന വഴിയിലുള്ള ആൾക്കാരെല്ലാം എക്സ്റേനെ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വരുന്നത് പുറത്തേക്ക് വരും. അത് ആര് സെൻസ് ചെയ്യും, സെൻസർ സെൻസ് ചെയ്യും. സപ്പോസ് ഞാൻ 100 യൂണിറ്റ് എക്സ്റേ ആണ് കടത്തി വിട്ടത്. ഇതിൽ ഓരോ ടിഷ്യൂ എന്ത് ചെയ്തു ഇയാൾ ഇവിടെയുള്ള ഈ പോയിന്റ് ഒരു 5 യൂണിറ്റ് അബ്സോർബ് ചെയ്ത്, അടുത്തതോ 2 യൂണിറ്റ് 3 യൂണിറ്റ് അങ്ങനെ അവസാനം വരെ എത്തുമ്പോൾ മൊത്തം 70 യൂണിറ്റ് എക്സ്റേ എന്ത് ചെയ്തിട്ടുണ്ട് അബ്സോർബ് ചെയ്തിട്ട്. അപ്പോൾ ബാക്കി എത്രയാണ് കിട്ടുക, സെൻസറിലേക്ക് എത്രയാണ് കിട്ടുക 30. ക്ലിയർ അല്ലേ? അപ്പോൾ 70 ആര് അബ്സോർബ് ചെയ്തു, ഈ വരുന്ന വഴിക്കുള്ള ആൾക്കാരെല്ലാം കൂടി എന്ത് ചെയ്തു 70 യൂണിറ്റ് എന്ത് ചെയ്തു അബ്സോർബ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി കമ്പ്യൂട്ടർ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഓരോ പോയിന്റിനും ഓരോ പേരിടും, വേരിയബിൾ. മനസ്സിലായി? നമ്മൾ മെട്രിക്സ് പഠിച്ചിട്ടില്ലേ, ഇതെല്ലാം മൊത്തം ഒരു മെട്രിക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക കമ്പ്യൂട്ടർ കാണുക. ഈ മെട്രിക്സിലെ ഓരോ എലമെന്റ്സ് ഓരോ പോയിന്റ്സിനും എന്തുണ്ടാവും ഓരോ പേരിട്ടിട്ടുണ്ടാവും. അതായത് A11 A12 A13 നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട് അതുപോലെ. ക്ലിയർ അല്ലേ? ഈ വരുന്ന വഴിക്കുള്ള ഓരോ പോയിന്റും എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ എക്സ്റേനെല്ലാം അബ്സോർബ് ചെയ്തു. സപ്പോസ് ഞാനൊരു പേര് വിളിക്കഴിഞ്ഞാൽ ABCDEFG എന്ന് വിളിച്ചു. അപ്പോൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അത് ABCDEFG എന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്തു 70 യൂണിറ്റ് അബ്സോർബ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, A+B+C+D+E
ഈസ് ഈക്വൽ ടു എത്ര എഴുതി 70 എഴുതി. ക്ലിയർ അല്ലേ? ഇനി ഇതിലെ ഓരോ പോയിന്റ് അബ്സോർബ് ചെയ്യുക എത്രയാണ് നമുക്ക് കിട്ടൂല, പകരം എന്താ എല്ലാവരും കൂടി അബ്സോർബ് ചെയ്യുക എത്രയാണ് 70 ആണ്. ഇനി എക്സ്റേ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ ആംഗിൾ ഇങ്ങോട്ടേക്ക് വിടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പോകുന്ന വഴിയുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്തു, കുറേ അബ്സോർബ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്തു ഒരു 10 യൂണിറ്റ് കിട്ടി. അപ്പോൾ 90 യൂണിറ്റ് എന്ത് ചെയ്തു, ഈ പോയ വഴിയിലുള്ള ടിഷ്യൂസ് എല്ലാം എന്ത് ചെയ്തു, പോയിന്റ്സ് എല്ലാം അബ്സോർബ് ചെയ്തു. അപ്പോൾ നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ കിട്ടി. ക്ലിയർ അല്ലേ? മെട്രിക്സിലെ അടുത്ത് കുറേ ഇവിടെ ഇത്തിരി മെട്രിക്സ് ആയിട്ട് കാണുമ്പോൾ പോകുന്ന വഴിയിലുള്ള പോയിന്റ്സ് എല്ലാം എന്ത് അബ്സോർബ് ചെയ്യും. അപ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ആംഗിളിൽ എടുക്കുക, എന്ത് ചെയ്യും, വേറൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്ത് കിട്ടി, മെട്രിക്സിലെ എലമെന്റ്സ് വെച്ചിട്ടുള്ള വലിയൊരു ഇക്വേഷൻ കിട്ടി. അതിനുശേഷം കമ്പ്യൂട്ടർ ഈ ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യും, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെയുള്ള ഓരോ എലമെന്റ്സ് അല്ലെങ്കിൽ ഓരോ പോയിന്റ്സും അബ്സോർബ് ചെയ്ത് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ല? ഇനി ആ വാല്യൂ വെച്ചിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഈ ഇമേജ് റീകൺസ്ട്രക്ട് ചെയ്യും. അതെങ്ങനെയായിരിക്കും, സപ്പോസ് ഇവിടെയുള്ള ഒരു പോയിന്റ് മാക്സിമം അബ്സോർബ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തായിരിക്കും, ബോൺ ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ബോണിന് എന്തായിട്ട് കാണിക്കും, വെള്ള കളറിൽ കാണിക്കും. ഇനി അടുത്ത പോയിന്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അടുത്ത പോയിന്റിന് നമുക്ക് എത്ര കിട്ടി, അബ്സോർബ് ചെയ്ത് ഒരു 50 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 50 എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കുറച്ച് എന്താ ഹാർഡായിട്ടുള്ള ടിഷ്യൂ ആയിരിക്കും. അപ്പോൾ 50 യൂണിറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് അതിന് എന്തായിട്ട് കാണിക്കും, കുറച്ച് ഗ്രേ ആയിട്ട് കാണിക്കും. മനസ്സിലായോ? അപ്പോൾ 90 യൂണിറ്റ് അബ്സോർബ് ചെയ്ത് നല്ല വെള്ള കളർ കാണിക്കും. 80 ആണെങ്കിലോ കുറച്ച് ഡാർക്ക് ആയിട്ട് കാണിക്കും. 50 ആണെങ്കിലോ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് കാണിക്കും അല്ലേ? 20 ആണെങ്കിലോ നല്ല ഡാർക്ക് ആയിട്ട് കാണിക്കും. അപ്പോൾ ആ വാല്യൂക്ക് അനുസരിച്ചിട്ട് ഡാർക്ക്നെസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഓരോ പോയിന്റും കളർ ചെയ്യും ആര്, കമ്പ്യൂട്ടർ. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ഇമേജ് ആണ് എന്ത്, ഈ കാണുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ CT സ്കാൻ മെഷീൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിനെ കിടത്തും, ഇതിൻ്റെ നേരെ മേലെ എന്തുണ്ടാവും, എക്സ്റേ ട്യൂബ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് എക്സ്റേ പുറത്തേക്ക് വരും. ആ എക്സ്റേ എന്ത് ചെയ്യും, പേഷ്യൻറ്റിനെ പെനിട്രേറ്റ് നേരെ താഴേക്ക്. ഇപ്പോൾ നേരെ താഴെ ആരാ ഉണ്ടാവുക, ഇവിടെ കണ്ട ഇവിടെ കുറേ ഡിറ്റക്ടറാണ് വെച്ചിട്ടുള്ളത് അല്ല, ഒരുപാട് ഈ റിങ്ങിൽ ഫുൾ എന്തുണ്ട്, ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ആ ഡിറ്റക്ടറിൽ എന്ത് കിട്ടും, ഒരു ലൈറ്റ് എക്സ്റേ വന്ന് വീഴുമ്പോൾ ഒരു വോൾട്ടേജ് കിട്ടും. ക്ലിയർ അല്ലേ? ആ വോൾട്ടേജ് എവിടത്തേക്ക് കൊടുക്കും, കമ്പ്യൂട്ടറിലേക്ക് പോകും. ഇനി എക്സ്റേ കുറച്ചൊന്ന് നീങ്ങും, വളരെ ചെറിയ എമൗണ്ട് ഇങ്ങോട്ടേക്ക് നീങ്ങും. ആ ഒരു ആംഗിളിൽ നിന്ന് എന്ത് ചെയ്യും, എക്സ്റേ പേഷ്യൻറ്റിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് വീഴും അല്ല. അപ്പോൾ പേഷ്യൻറ്റിനെ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ടിഷ്യൂസ് എല്ലാം എന്ത് ചെയ്യും, എക്സ്റേ അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എവിടെ വരും, സെൻസറിൽ വന്ന് വീഴും. അതിന് കറസ്പോണ്ടിങ് ആയ വോൾട്ടേജ് എവിടത്തേക്ക് പോയി, കമ്പ്യൂട്ടറിലേക്ക് പോയി. അങ്ങനെ പേഷ്യൻറ്റിൻ്റെ എല്ലാ ആംഗിളിലും പെനിട്രേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന എക്സ്റേൻ്റെ എമൗണ്ട് സെൻസ് ചെയ്തിട്ട് എവിടത്തേക്ക് കൊടുത്തു, കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി കമ്പ്യൂട്ടർ ഈ കിട്ടിയ വാല്യൂ ഈ എക്സ്റേൻ്റെ പൊസിഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഈ പേഷ്യൻറ്റിൻ്റെ ബോഡിയിലെ ഓരോ പോയിന്റും എത്ര എമൗണ്ട് ആണ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. ക്ലിയർ അല്ലേ? അത് വെച്ചിട്ട് ഈ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ജനറേറ്റ് ഉണ്ടാക്കും, ഒരു പിക്ചർ വരക്കും. ആ പിക്ചറാണ് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുന്നത്, CT സ്കാൻ ആയിട്ട് കിട്ടുന്നത്. ആ പിക്ചർ നേരെ എവിടത്തേക്ക് കൊടുക്കും, ഒന്നുകിൽ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ക്യാമറയിൽ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ക്യാമറയിൽ എന്ത് ചെയ്യും, പിക്ചറായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. സാധാരണ എങ്ങനെ വരുന്നത്, ഫിലിമായിട്ടാണ് എന്ത് വരുന്നത്. കമ്പ്യൂട്ടറിൽ എടുത്ത സാധനം സ്റ്റോറേജ് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോയിട്ട് ഒരു പ്രിന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫിലിമായിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് തരും. ഇനി ഇവിടെ ട്യൂബ് പൊസിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. ഇതിന്റെ ജോലി എന്താ, ട്യൂബ് പൊസിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റേ ട്യൂബിനെ ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ പൊസിഷനിലേക്ക് ഇങ്ങനെ തള്ളി നീക്കുന്നതാണ് ആരുടെ ജോലി, ട്യൂബ് പൊസിഷൻ കൺട്രോളിന്റെ ജോലി. പിന്നെ ഞാൻ പറഞ്ഞു ഇതിലെന്താ ഉപയോഗിക്കുന്ന എക്സ്റേ ട്യൂബാണ്. അപ്പോൾ എന്ത് വേണം, അതിന് ഹൈ വോൾട്ടേജ് വേണം. അപ്പോൾ അതിൻ്റെ ഹൈ വോൾട്ടേജ് സപ്ലൈ ഉണ്ട് അല്ലേ. അതിൻ്റെ ടൈമിംഗ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സർക്യൂട്ട്. അപ്പോൾ ഹൈ വോൾട്ടേജ് കൊടുത്തിട്ട് എക്സ്റേനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ട്യൂബ് പൊസിഷൻ കൺട്രോൾ ഇതിനെ മെല്ലെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ പെനിട്രേറ്റ് ചെയ്ത് വരുന്ന ബാക്കി എക്സ്റേ എമൗണ്ടിനെ ഡിറ്റക്ടർ എന്ത് ചെയ്യും, സെൻസ് ചെയ്ത് നേരെ എവിടത്തേക്ക് കൊടുക്കും, കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ഈ ബാക്കി കിട്ടുന്ന വാല്യൂ എക്സ്റേ വന്ന് വീണ്ടും സെൻസറിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഈ എക്സ്റേ ട്യൂബിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് 360 ഡിഗ്രി റൊട്ടേഷൻ ആയി കഴിഞ്ഞാൽ ഈ കിട്ടിയ ഓരോ വാല്യൂയും വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ പേഷ്യൻറ്റിൻ്റെ ബോഡിയിലെ ഓരോ പോയിന്റും എത്രമാത്രം എക്സ്റേ അബ്സോർബ് ചെയ്യുന്ന എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. മനസ്സിലായോ? എന്നിട്ട് ആ ഓരോ പോയിന്റിന് എന്ത് ചെയ്യും, ഒരു ചിത്രമായിട്ട് എന്ത് ചെയ്യും, വരക്കും. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതുപോലുള്ള ഇമേജ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി ആപ്ലിക്കേഷൻ ഓഫ് CT സ്കാൻ എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി സ്കാനിങ് ഓഫ് സെൻട്രൽ
നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനിൻ്റെ അല്ല സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കും. ഇൻ ബ്രെയിൻ സ്കാനിങ്, കോൺട്രാസ്റ്റ് എൻഹാൻസ്മെന്റ് ആൻഡ് ഡൈനാമിക് ഇമേജിംഗ്. ബ്രെയിനിൻ്റെ ഇമേജിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? CT സ്കാൻ ഏറ്റവും എഫക്റ്റീവാണ്. ഇൻ ഓൺകോളജി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, CT സ്കാൻ ഈസ് യൂസ്ഡ് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി ക്യാൻസർ. അപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള ടിഷ്യൂസ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? CT യൂസ് ചെയ്യും. ഫോർ ഡിസൈനിങ് ആർട്ടിഫിഷ്യൽ ബോഡി പാർട്സ് ബൈ ടേക്കിംഗ് മെഷർമെൻറ്റ് ഓഫ് ഷേപ്സ് ഓഫ് ബോൺ. അതായത് മുട്ട് മാറ്റി വെക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടും അല്ലേ നീ ജോയിൻറ്റ് നമ്മൾ മാറ്റി വെക്കുന്നില്ല. മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്ക് ഓരോ സൈസായിരിക്കും. അപ്പോൾ എത്ര സൈസ് ഉള്ളതാണ് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാതെ തന്നെ CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ബോണിൻ്റെ സൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഡയമെൻഷനായിട്ട് എന്ത് ചെയ്യും? നമുക്ക് എത്രയാണ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ബോഡി പാർട്ട് ഡിസൈൻ ചെയ്താൽ മതി. ക്ലിയർ. അപ്പം ഇൻറ്റേർണലായിട്ട് നമുക്ക് സർജറി ചെയ്യാതെ തന്നെ മെഷർമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്കാനിങ് അബ്ഡോമൻ ആൻഡ് പെൽവിസ് ക്യാൻസർ. വയറ്റിലെ ക്യാൻസർ അല്ല ഇടുപ്പല്ല് പെൽവിസിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് റൊട്ടീൻലി ഫോർ റേഡിയോ തെറാപ്പി പ്ലാനിങ് സിസ്റ്റം. ഇപ്പോൾ റേഡിയേഷൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അത്ര എഫക്റ്റീവ് ആണ്. റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യണം? CT എടുത്തിട്ട് എന്ത് ചെയ്യും? പിന്നെ നോക്കിക്കൊണ്ടിരിക്കും. CT സ്കാൻ ഈസ് യൂസ്ഫുൾ ഇൻ അസസിങ് ക്യാൻസർ ഓഫ് തൈറോയിഡ്, തൊണ്ടയിൽ തൈറോയിഡ് ലാനിക്സ് പ്ലാനിങ് സർജിക്കൽ അപ്രോച്ച്. ഇപ്പോൾ ആ ക്യാൻസർ ടിഷ്യൂസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? CT സ്കാനിങ് ഉപയോഗിക്കാൻ പറ്റും.